മുഖത്തിൽ നിന്ന് വന്നതായതുകൊണ്ട് മുഖ്യമായ ഭാഷണം അവസാനിക്കുകയാണ്. ക്ഷമിക്കുക. നമസ്കാരം. വിഷ്ണുനാരായണ നമ്പൂരി സാറിന് നമസ്കാരം. ഇനി ആശംസാ പ്രസംഗം ആദ്യം ഡോക്ടർ ടി ബി വേണുഗോപാല പണിക്കർ, കോഴിക്കോട് സർവകലാശാലയിൽ മലയാളം പ്രൊഫസറായിരുന്ന അദ്ദേഹം നമ്മുടെ ഭാഷാശാസ്ത്ര ഗവേഷണ രംഗത്തും നമ്മുടെ സംസ്കൃതിയുടെ ഗവേഷണ രംഗത്തും വളരെ സംഭാവനകൾ ചെയ്തിട്ടുള്ള, പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു പണ്ഡിതനാണ്. ഈ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം ഇതിലെ ഏറ്റവും രസകരമായ ഭാഗമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കത്തുകൾ, ശ്രീ പുതുവന ദാമോദരൻ നമ്പൂതിരിയുടെ കത്തുകൾ. ആ ഭാഗത്തിന് വളരെ ഭംഗിയായിട്ട് ഭാഷാശാസ്ത്ര പരമായി തന്നെ ഒരു ആമുഖം എഴുതി ചേർത്തിട്ടുണ്ട് അദ്ദേഹം. ശ്രീ വേണുഗോപാല പണിക്കർ സാറിനെ ഞാൻ സാദരം ക്ഷണിക്കുന്നു. മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് തിരിച്ചെഴുന്നള്ളുകയാണ്. അദ്ദേഹത്തിന് ഈ യോഗത്തിൻ്റെ എല്ലാ വണക്കവും അറിയിച്ചുകൊള്ളുന്നു. ശ്രീ ടി ബി വേണുഗോപാല പണിക്കർ. വേദിയിലും സദസ്സിലുമുള്ള ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, ഞാൻ എങ്ങനെ സംബോധന ചെയ്യണം എന്ന് സംശയിച്ചിരിക്കുമ്പോൾ ഉചിതമായൊരു സംബോധന എനിക്കിട്ട് തന്ന വിഷ്ണുനാരായണൻ നമ്പൂതിരി സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സംബോധന കടം വാങ്ങിയിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും അഭിസംബോധന ചെയ്യും. ഈ പുസ്തകത്തെക്കുറിച്ചുള്ള ഈ ചടങ്ങിലുള്ള ആശംസ എന്നുള്ള ചടങ്ങിലെ ആദ്യത്തെ ആളാണ് ഞാൻ. വാസ്തവം പറഞ്ഞാൽ ഇപ്രകാരം ഒരു പുസ്തകം സംവിധാനം ചെയ്യുകയും അത് സാധിച്ച് നമ്മുടെ കയ്യിൽ തരികയും ചെയ്ത അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളോടുള്ള നന്ദിയും അവരോടുള്ള ആശംസയും പറഞ്ഞാൽ എൻ്റെ ഉത്തരവാദിത്വം അവസാനിച്ചു. പക്ഷെ അങ്ങനെ ഞാൻ ചെയ്താൽ ഇത്ര ദൂരത്തുനിന്ന് വന്ന ഒരാൾ ഇത്രയും പറയാൻ വേണ്ടി ഇവിടെ വന്നുവല്ലോ എന്ന് നമ്മുടെ ഡി നമ്പൂതിരിയെ പോലുള്ളവർക്ക് തോന്നും. അത് ഞാൻ ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് ഏതാനും ചില വാക്കുകൾ കൂടി പറയാൻ എന്നെ നിങ്ങൾ സദയം അനുവദിക്കണം. കൃഷ്ണനാരായണൻ നമ്പൂതിരി പറഞ്ഞതുപോലെ ഇപ്രകാരം ഒരു പുസ്തകം ഇന്ത്യയിൽ മാത്രമേ സംഭവിക്കൂ എന്ന്. ഒരുപക്ഷെ അതിനോടൊപ്പം മറ്റൊന്നുകൂടി പറയാനുണ്ട്. ഇനി ഇന്ത്യയിൽ ഇപ്രകാരമുള്ളൊരു പുസ്തകം ഏറെ സംഭവിക്കുമോ എന്ന സംശയവും. കാരണം സംസ്കൃതത്തിലുള്ള പഴയ വിജ്ഞാനത്തിന് വേണ്ടി ഇനിയും സംസ്കൃത പണ്ഡിതന്മാരാകാൻ തുനിഞ്ഞിറങ്ങിയവർ ഉണ്ടായി എന്ന് വന്നേക്കാം. അവരിൽ ചിലർ രചനാഭ്യാസം എന്ന നിലയിൽ വല്ല ശ്ലോകങ്ങളും മറ്റും രചിച്ചു എന്ന് വന്നേക്കാം. ഒരുപക്ഷെ ഒരു യൂസഫ് അലി കേച്ചേരി ഒരു പാട്ട് സംസ്കൃതത്തിൽ ഉണ്ടാക്കി എന്ന് വന്നേക്കാം. പക്ഷെ ഒരു സംസ്കൃത കാവ്യം, ഒരു മുഴുനീള സംസ്കൃത കാവ്യം എഴുതാൻ വേണ്ട ക്ഷമയും പാണ്ഡിത്യവും ഉള്ളവർ അടുത്ത തലമുറയിൽ ഉണ്ടാകുമോ എന്ന കാര്യം വളരെ വളരെ സംശയമാണ്. നമ്മുടെ സംസ്കൃതത്തിന് നേരെ മൃതഭാഷ എന്നുള്ള ഒരു വസ്തുതയോ അവഹേളനമോ വിലയിരുത്തലോ പാശ്ചാത്യ പണ്ഡിതന്മാർ നടത്തുകയുണ്ടായി. സംസ്കൃതത്തെ ശ്വാസം പോലെ ആദരിച്ചിരുന്ന സാക്ഷാൽ പി കെ നാരായണപിള്ള വേറൊരു പുസ്തകത്തിൻ്റേതല്ല, സാക്ഷാൽ കേരള വാണ്യത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന ഇംഗ്ലീഷിൽ പോസ്റ്റ്മോർട്ടം അനാലിസിസ് എന്ന വാക്ക് സാക്ഷാൽ പാണിനിയുടെ നേരെ പ്രയോഗിക്കുകയുണ്ടായി. പി കെ നാരായണപിള്ള, അത് സാഹിത്യപഞ്ചാനൻ പി കെ നാരായണപിള്ള അത് വിശ്വസിച്ചിരുന്നോ എന്ന കാര്യം സംശയമാണ്. ഒരുപക്ഷെ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇല്ലാതിരിക്കാം. പോസ്റ്റ്മോർട്ടം അനാലിസിസിന് സാക്ഷാൽ പാണിനി ഉപയോഗിച്ച അതേ തന്ത്രങ്ങൾ ജീവൽ ഭാഷയായ കേരള ഭാഷയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതുണ്ട് എന്ന് അദ്ദേഹം സ്വയം തീരുമാനിക്കുകയും അതിന് ഉത്തരം പറയുകയുമാണ് കേരള പാണ്ഡിത്യത്തിൻ്റെ ഇംഗ്ലീഷിലുള്ള ഇൻട്രൊഡക്ഷനിൽ അദ്ദേഹം നിർവഹിച്ച കൃത്യം. ഇപ്പോൾ എന്നെപ്പോലെയുള്ള അസംസ്കൃതന് പോലും സംസ്കൃത പണ്ഡിതൻ എന്നീ പുസ്തകത്തിലെ 392 പേജിൽ എഴുതത്തക്ക വിധം
നമ്മുടെ സംസ്കൃത പാണ്ഡിത്യത്തിന് തീർച്ചയായും ഉയർച്ചയല്ലല്ലോ. എന്താണെന്ന് വെച്ചാൽ അത് സംഭവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് നമുക്ക് വിലപിക്കണോ എന്ന് വെച്ചാൽ വിലപിക്കേണ്ടതില്ലായിരിക്കാം. പക്ഷേ അങ്ങനെ എന്തോ ഒന്ന് സംഭവിക്കും എന്ന് മുൻകൂർ കരുതിയതുപോലെയുണ്ട് നമ്മുടെ സംസ്കൃതത്തെ ഗ്രീക്കിനൊപ്പം ലത്തീനൊപ്പം മൃതഭാഷയാണ് എന്ന് പാശ്ചാത്യർ വിളിച്ചത്. അതിനവർക്ക് അവരുടെ ന്യായങ്ങളുണ്ട്. ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ ചില പാരമീറ്റേഴ്സ് ഉണ്ട്. അവർ പറഞ്ഞത് മൃതഭാഷ പരിണാമത്തിന് വിധേയമല്ല. മൃതഭാഷ വളരെ പരിമിതമായ ജീവിത സാഹചര്യങ്ങളിൽ മാത്രമേ ഉപയോഗിക്കപ്പെടുകയുള്ളൂ. റെസ്ട്രിക്റ്റഡ് ഡൊമെയിൻ റെസ്ട്രിക്ഷൻ ഉണ്ടാവും. അതേമാതിരി ചേഞ്ചസ് ഉണ്ടാവുകയുമില്ല എന്ന്. ഇത് വളരെ ശരിയാണ് ഗ്രീക്കിനെ സംബന്ധിച്ചിടത്തോളം. എന്ന് മാത്രമല്ല, ഗ്രീക്കുകാർ എങ്ങനെ ആ ഗ്രീക്ക് ഉച്ചരിച്ചിരുന്നു എന്നതിനെപ്പറ്റി നമുക്ക് ചിലത് ഊഹിക്കാനേ സാധിക്കുകയുള്ളൂ. ഗ്രീക്കുകാരുടെ ഫെനറ്റിക്സ് എത്രത്തോളം മോശമാണെന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട തെളിവ് നമ്മുടെ തൊണ്ടയിലുള്ള ഫ്ലാപ്പിന് അവർ കൊടുക്കുന്ന പേര് വോക്കൽ കോഡ് എന്നാണ്. ഇംഗ്ലീഷിലുള്ള ഫെനറ്റിക് ടെക്സ്റ്റുകളിൽ ഇന്നും നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് വോക്കൽ കോഡ് എന്നാണ്. ഇത് കോഡല്ല, അതൊരു തന്ത്രിവാദ്യത്തിന് സമാനമല്ല, ഒരു സുഷിരവാദ്യമായിരുന്നു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറിയാമായിരുന്നു. ഇത് മനസ്സിലാക്കിയിട്ടാണ് പാശ്ചാത്യർ അവരുടെ മോഡേൺ ഫെനറ്റിക്സ് ഉണ്ടാക്കിയത്. എന്നിട്ടും ഈ അപര്യാപ്തമായ വോക്കൽ കോഡ്, വോക്കൽ ഫ്ലാപ്പ് എന്നോ വോക്കൽ ഫോൾഡ് എന്നോ പറയാതെ വോക്കൽ കോഡ് എന്ന വാക്കാണ് ഇന്നും പാശ്ചാത്യർ നിരന്തരമായി ഉപയോഗിക്കുന്നത്. കുരൽ വള്ളി എന്ന് പറയുന്നതിന് സമാനമായ അപ്രൗഢമായ ഒരു പ്രയോഗമാണ് വോക്കൽ കോഡ് എന്നത്. നമ്മൾ പറയേണ്ടിയിരുന്നത് ഇംഗ്ലീഷിൽ വോക്കൽ ഫോൾഡ് എന്നാണ്. പാശ്ചാത്യരുടെ പല ദൗർബല്യങ്ങളും നാം കടമെടുക്കുന്നതിനോടൊപ്പം ഈ വോക്കൽ കോഡിന് നമ്മളൊരു തർജ്ജമയുണ്ടാക്കി. വോക്കൽ കോഡിന് തർജ്ജമ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പഴയ കൃതിയിൽ നിന്ന് എടുത്താൽ മതി. എന്താണ് അവർ ഉപയോഗിച്ചിരുന്നത് എന്ന വാക്ക് മനസ്സിലാക്കിയെടുത്താൽ മതി. ഒരു പക്ഷേ ഇനിയത്തെ തലമുറയിൽ ധാരാളം പേർ അതിന് ഒരുങ്ങിയെന്ന് വന്നേക്കാം. അതുകൊണ്ട് സംസ്കൃത വിജ്ഞാനം മരിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ സംസ്കൃത ഭാഷ ഇങ്ങനെ വിവിധ മേഖലകളിൽ പ്രയോഗിച്ച് അത് ഒരു മറ്റേ പ്രേരണയുമില്ലാതെ, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ, ഇത് മൃതഭാഷയല്ലാതെ ദേവഭാഷയാണ് നമ്മൾ കണക്കാക്കിയിരുന്നു എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ദേവഭാഷയാണെന്ന് അനവധി ഭാഷകളെപ്പറ്റി കണക്കാക്കിയിട്ടുണ്ട്. ദിവ്യഭാഷയാണ്, ദേവഭാഷയാണെന്ന് ലോകത്ത് അതത് മതക്കാർ അവരുടെ ഭാഷയെപ്പറ്റി കണക്കാക്കിയിട്ടുണ്ട്. സംസ്കൃതം ദേവഭാഷയാണെന്ന് ഒരു കാലത്തും ബൗദ്ധന്മാർ അംഗീകരിച്ചിരുന്നില്ല. അവർ മാഗധിയാണ് ദേവഭാഷ, മൂലഭാഷ, സബ്ബസത്താനം മൂലഭാഷ എന്ന് വിശ്വസിച്ചിരുന്നത്. അർത്ഥമാഗധിയാണ് ദേവഭാഷ, ശരിയായ ദേവഭാഷ എന്ന് തന്നെ ജൈനന്മാർ വിശ്വസിച്ചിരുന്നു. പക്ഷെ അവർ പോലും, ഈ ബൗദ്ധന്മാരും ജൈനന്മാരും പോലും വിജ്ഞാനം സംഭരിച്ചിരിക്കുന്ന ഭാഷയാണ് എന്ന അർത്ഥത്തിൽ സംസ്കൃതത്തെ ആദരിച്ചിരുന്നു. അതുകൊണ്ടാണ് ശ്രീലങ്ക സിരിലങ്ക എന്ന് പാലിയിലാകാതെ ശ്രീലങ്ക എന്ന് സംസ്കൃതത്തിലിരിക്കുന്നതിന് കാരണം. ബൗദ്ധന്മാരും ജൈനന്മാരും ഒക്കെ ഈ സംസ്കൃത ഭാഷയെ ആദരിച്ചിരുന്നു. വിശേഷിച്ച് കാരണമൊന്നുമില്ലാതെ നാം പല പല ജീവിത മേഖലകളിലും സംസ്കൃത ഭാഷ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. അത് വാസ്തവത്തിൽ ഒരു നിലയ്ക്ക് പറഞ്ഞ ഒരു അത്ഭുതമാണ്. വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ എന്നല്ല, വണ്ടർ ദാറ്റ് ഈസ് സംസ്കൃത് എന്നുകൂടി പറയേണ്ട ഒരത്ഭുതമാണ്. അതുകൊണ്ട് എന്നെപ്പോലെയുള്ള ഭാഷാശാസ്ത്ര പഠിതാക്കൾക്ക് സംസ്കൃതം ഇപ്പോഴും വളരെ പ്രിയപ്പെട്ട ഒന്നാണ്. എന്നെപ്പോലെയുള്ള ആളുകൾക്ക് ഇതും പ്രയോഗിക്കാനോ വിവിധ മേഖലകളിൽ ഉപയോഗിക്കാനോ ഉള്ള പരിജ്ഞാനമില്ല. ഞങ്ങൾ ഇപ്പോഴും സംസ്കൃതത്തിലേക്ക് പിന്തിരിഞ്ഞു നോക്കുന്നത് അതിലെ വിജ്ഞാന സംഭരണത്തിൻ്റെ ആധിക്യം കൊണ്ടാണ്. ഇതേ പ്രവണത കൊണ്ടാണ് നാം ഇപ്പോൾ സംസ്കൃതത്തിലേക്ക് നോക്കുന്ന അതേ ദൃഷ്ടിയോടുകൂടിയാണ് ഇത് ദേവഭാഷയാണ് എന്ന് തരുമ്പും സമ്മതിക്കാതിരുന്ന ബൗദ്ധന്മാരും ജൈനന്മാരും അതിലേക്ക് നോക്കിയിരുന്നത്. പ്രാചീന വിദ്യയുടെ ഏറ്റവും സംഭൃത രൂപം സംഭാരമാണല്ലോ നാം കുടിക്കുന്നത്. സംസ്കൃതം അങ്ങനെ ഒരു സംഭാരമായിരുന്നു. ഈ സംഭാരത്തിൻ്റെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ അതിന് ഈ പാശ്ചാത്യർ കാണുന്ന ഡൊമെയിൻ റെസ്ട്രിക്ഷൻ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇതേപോലെ പണ്ഡിതന്മാരുടെ വ്യവഹാരത്തിന് മാത്രം, തോറ എന്ന അവരുടെ വേദഗ്രന്ഥത്തിൻ്റെ ഉപയോഗത്തിന് മാത്രം, അതിൻ്റെ വ്യാഖ്യാനത്തിന് മാത്രം ഉപയോഗിച്ചിരുന്ന ഭാഷയാണ് ഹിബ്രു. അത് എത്രയോ കാലം കഴിഞ്ഞിട്ട് ഇസ്രായേൽ എന്ന രാജ്യം സൃഷ്ടിച്ചപ്പോൾ അവരുടെ പരസ്പര സമ്പർക്കത്തിന് വേണ്ടി ഒരു മോഡേൺ ഹിബ്രു ഉണ്ടാക്കിയെടുത്തു, അല്ലെങ്കിൽ ഉണ്ടായി വന്നു. ഇമ്മാതിരി യാതൊരു പ്രേരണയും സംസ്കൃത